മണ്ണത്തൂർ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ വേദനപ്പെടുത്തുന്ന വേർപാടിൽ ഇലാശ്ശേരി നിവാസികൾ നടത്തുന്ന അനുശോചന യോഗത്തിന് ശ്രീ ചന്ദ്രൻ തിരുവലത്ത് സ്വാഗതം പറയുന്നു. NSSന്റെ ഒരു മാസത്തെ ക്യാമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കർമ്മണ്ടാക്കുന്നത്. ആ ക്യാമ്പിൽ ഞങ്ങളൊക്കെ ഒരു മാസം നീണ്ടു നിന്നിട്ടുള്ള പ്രവർത്തനം. അന്ന് അദ്ദേഹം ദേവകോളയിലെ ലെക്ചറാണ്. ആ ഒരു പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മാസത്തെ ക്യാമ്പ് അന്ന് കാഴ്ചയ്ക്ക് അനുഭവിച്ചുകൊണ്ടും ഈ റോഡ് അന്ന് ഇവിടെ വെട്ടി ചേർത്ത് നമുക്ക് പുഴ കടന്ന് ചേർന്ന് എത്തുന്നവരെ ആ ശ്രമകാലത്ത് അതേപോലെ തന്നെ മാനക്കാട് റോഡ് നമ്മൾ കുറേയൊക്കെ വർക്ക് ചെയ്തു വെച്ചിരുന്നെങ്കിൽ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ആ റോഡിൻ്റെ മുണ്ടക്കൽ റോഡ് നമ്മൾ കൃഷ്ണ റോഡ് എന്ന് പറയുന്നത്. ആ റോഡിൻ്റെ നിർമ്മാണവും ഇതേപോലെ തന്നെ കോളേജിലെ NSSന്റെ വിദ്യാർത്ഥികളെ ചേർന്ന് ഉപയോഗിക്കുന്നു. അപ്പം അതിനൊക്കെ നേതൃത്വം കൊടുത്തത് രാഷ്ട്രമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് അനുഭവങ്ങളാണ്. പിന്നെ നമ്മുടെ മാനസാല പ്രവർത്തനങ്ങളിൽ അതേപോലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. 3-ാം വാർഡ് മെമ്പർ ഷംഷീറ ഷമീർ അധ്യക്ഷത വഹിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ NSS മുഖേന അവരെ കൂടെ കൂട്ടുപിടിച്ചിട്ട് ധാരാളം ഇടവഴികളെല്ലാം റോഡാക്കാനും അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മെ ഇന്ന് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് KC രാധാകൃഷ്ണനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. രാധാകൃഷ്ണൻ മാസ്റ്റർ നമ്മളെ പിരിഞ്ഞു. കേരള വാർത്താ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി, സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ അധ്യാപകനായി, ചാവറ കൾച്ചറൽ സെൻ്ററിൽ കോഴിക്കോട്ടിലെ സെക്രട്ടറിയായി, കേരള പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി, സഞ്ചയന സ്മാരക സമിതിയുടെ സെക്രട്ടറി, കാലിക്കറ്റ് ഹെറിറ്റേജ് ഫോറം, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, ഇലാശ്ശേരി സർവീസ് സൊസൈറ്റി എന്നീ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുകയും ഇലാശ്ശേരി സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായും ഒപ്പം തന്നെ കക്കോട്ടിക്കാവിൻ്റെ രക്ഷാധികാരിയായും ഇലാശ്ശേരി ഗ്രാമോദയ വായനശാലയുടെ മുൻകാല പ്രവർത്തകനായും പ്രവർത്തിച്ച ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററെ നമ്മളിവിടെ സ്നേഹിക്കുന്നു. ഒപ്പം തന്നെ ഇലാശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ച ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രമേയം ഈ യോഗത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കളരിക്കണ്ടി ജനാർദ്ദനൻ മാസ്റ്റർ അനുശോചനം രേഖപ്പെടുത്തുന്നു. അറിയാം. ഈ പ്രദേശത്ത് നിന്ന് അദ്ദേഹം ജനിച്ചത് ഒരു വലിയ ജന്മി കുടുംബത്തിൽ. ഇന്നും നാലുകെട്ട് ഈ നമ്മുടെ കുന്നംകുളം പഞ്ചായത്തിൽ പറയാം ഉള്ള ഒരു വീട്ടിലെ പ്രദേശമാണ്. അപ്പോൾ അത്ര വലിയ ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറി എല്ലാവരും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായി കോളേജ് വിദ്യാഭ്യാസം നേടിയെത്തുന്നത്. അതായത് ദേവഗിരി കോളേജിലേക്കൊന്നും അന്ന് ഇവിടുത്തെ ആളുകൾ പോകാൻ കഴിയില്ല. കാരണം 10ാം തരം കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. നമുക്ക് പിന്നെ അവിടെ പ്രവേശനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കോളേജാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ കോളേജിൽ പോകണം. 2-3 കോളേജിൽ പോയിക്കൊടുക്കുന്നത് മാതിരി ഓരോ പഞ്ചായത്തിലും കോളേജൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഉന്നത പഠനത്തിന് സൗകര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ദേവഗിരി കോളേജിൽ പോയി അവിടെ നിന്ന് അദ്ദേഹം സയൻസിലാണ് ബിരുദാനന്തര ബിരുദം നേടി, MSc നേടിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം അവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പ്രത്യേകിച്ച് അത് ക്രിസ്ത്യൻ മിഷണറിയുടെ കോളേജാണ്. അവിടെ അവരധികം ക്രിസ്ത്യൻ ആളുകളെയാണ് അവരവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇദ്ദേഹത്തിന് അവിടെ ജോലി കൊടുത്തു. അദ്ദേഹം ട്യൂട്ടറായിട്ട് ജോലി പ്രവേശിച്ചു. അങ്ങനെ ആണ് അദ്ദേഹം പിന്നെ അവിടെ നിന്ന് അവർക്ക് ഏറ്റവും പ്രിയങ്കരനായി. ദേവഗിരി കോളേജിലെ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രിയങ്കരനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എനിക്കറിയാം. കാരണം രാധാകൃഷ്ണനാർക്ക് ശേഷം ആ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാധാകൃഷ്ണനായി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ 1964 പോകുന്നത്. അതിന് മുമ്പാണ് രാധാകൃഷ്ണനായിരുന്നത്. 64 മനസ്സിലാക്കാൻ എത്ര വർഷം മുമ്പാണ്. അപ്പോൾ 64 മുതൽ 69 വരെ ഞാൻ പഠിച്ചത്. അതിന് മുമ്പാണ് രാധാകൃഷ്ണനായി പഠിച്ച് ഈ ബിരുദം നേടിയിട്ടുള്ളത്. അപ്പോൾ അത്ര മുമ്പാണ്. അപ്പം അന്ന് ഈ കോളേജ് വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി പിന്നെ നമ്മൾ
നമ്മൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മളൊക്കെ വിചാരിച്ചത് വെച്ചാൽ അയാൾ അതുപോലുള്ള ഒരു ജോലിയൊക്കെ നേടി ആ ഉന്നതന്മാരെ കൂടെ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ഉന്നത പദവികളിലേക്ക് പോകുന്നു, അങ്ങനെയല്ല ചോദിക്കുന്നത്. അദ്ദേഹം ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി ഇവിടുത്തെ ശിലാശേരിയുടെ അടിസ്ഥാന വികസനത്തിൽ നോക്കി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, അത് ഏതെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ എവിടുന്ന് കൊണ്ടുവരാൻ പറ്റുമോ, അത് ദേവരിക്കുളയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്നത്തെ കോഴിക്കോട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ രാധാകൃഷ്ണൻ മാഷയുടെ പങ്ക് വലിയതാണ്. ഇന്നിപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു സ്ഥാപനമായി അതിലും അത് അയാൾ എവിടെയൊക്കെ പ്രവർത്തിക്കുക അവിടെയൊക്കെ തനതായ വ്യക്തിത്വവും അതേപോലെ തന്നെ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ആ സ്ഥാപനത്തെ ഉയർത്തിയെടുക്കാനുള്ള പരിശ്രമം അതെന്നാണ്. 4ാം വാർഡ് മെമ്പർ ശ്രീമതി മിനി പന്തലങ്ങൽ, തച്ചിരുകണ്ടിയിൽ വിജയൻ, പി ഷൗക്കത്തലി, KC ഗോകുലൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തുന്നു. ശ്രീ പുറായിൽ മമ്മിക്കോയ. ഈ പ്രദേശത്തിൻ്റെ നല്ല കാര്യങ്ങളിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഉത്തമമായ സേവനം നടത്തിയൊരു വ്യക്തി എന്നതിലുപരി എനിക്ക് അദ്ദേഹമായിട്ടുള്ള ഏറ്റവും അടുത്തൊരു ബന്ധമെന്ന് പറയുന്നത് പഴയ കാലത്ത് നാട് പുരോഗമിക്കുന്നതിന് മുമ്പായിട്ട് നാട്ടുകാർക്കുണ്ടാകുന്ന ഗവൺമെൻറ് സ്വകാര്യ പ്രശ്നങ്ങൾ, പേഴ്സണൽ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളുണ്ടാകുന്ന സമയത്തൊക്കെ ആർക്കും എവിടെയും കയറി ചെല്ലാൻ പറ്റുന്ന അവസ്ഥ പഴയ കാലത്തുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ആരെങ്കിലും കഴിവുള്ള ഒരു വ്യക്തിയെ കൂട്ടുപിടിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റും. അല്ല വേറൊരു ഓഫീസിലേക്ക് കയറി ചെന്നെങ്കിൽ അവിടെയായിട്ട് ബന്ധമുള്ള ഒരാളായിട്ട് കയറി ചെല്ലാൻ പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തോട് സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അന്നത്തെ കാലത്തൊക്കെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. പണയപ്പെടുത്തിയ ആധാരങ്ങൾ, പിന്നെ വീടുകൾ ജപ്തി ചെയ്യുന്ന വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങൾ അഭിനയിച്ച സമയത്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ രാധാകൃഷ്ണനായിട്ട് ബന്ധപ്പെടുന്നത്. ഇവിടുന്ന് ആളുകൾ തൊണ്ടയാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അതുമായിട്ട് സംസാരിച്ചിട്ട് ഈ പോകുന്ന ആളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് അദ്ദേഹമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം 3-4 തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് അത് ഏറ്റെടുത്തിട്ട് ആ കൃത്യം വളരെ ഭംഗിയോടുകൂടി അദ്ദേഹത്തിന് പോകുന്ന ആളുടെ മനസ്സ് നിറയുന്ന രീതിയിൽ അദ്ദേഹം ആ പ്രവർത്തി കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് കാര്യമായിട്ട് രാഷ്ട്രീയം കൂടുതൽ മറ്റുള്ള രീതിയിൽ എനിക്ക് ആളുകൾ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഏതായിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം ആ ദുഃഖത്തിൽ ഞാൻ എൻ്റെ പ്രധാനമായ വിലാശ്ശേരി AUP സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീ ജയശ്രീ ടീച്ചർ. അടുത്തത് നെല്ലിക്കോട് കേളേട്ടൻ. നീ എവിടെ കണ്ടിട്ടാണെങ്കിലും മാടി വിളിക്കും, ഇങ്ങോട്ട് പാകാള, എന്തൊക്കെയാണ് വിവരം, അച്ഛൻ്റെ പേരോ അമ്മൻ്റെ പേരോ പുരക്കാരെ മക്കളെ എല്ലാം ഇപ്പോൾ ജനാർദ്ദത്തെ ഇവിടെ സൂചിപ്പിച്ചോണം. പുരക്കാരെ മുഴുവൻ പേരും അറിയണം. അത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കുറവോ കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപദേശിക്കില്ല. ഈ അങ്ങനെ പോലെ ഇതൊന്നും കൂടെ ഇതാക്കണമെന്ന്. അങ്ങനെ എനിക്കൊരു ഉപദേശകൻ ഇത് മാത്രമല്ല. അവിടെ ഞാൻ ആ മൊബൈലിൽ കൂടെ തന്നെ വായിച്ചപ്പോൾ അയാൾ എന്തെല്ലാം സാധനം അലങ്കരിച്ചത് ഇതൊക്കെ ഫോണിൽ കൂടി നമ്മൾ അറിയുന്നത്. എത്ര വലിയ മഹാനായി അദ്ദേഹം. അപ്പം അദ്ദേഹം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോളൂ, ഈ പ്രദേശം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ഇവിടെ രാജശേരിയാക്കിയെടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ്. ശ്രീ കാസിം മൂരിയക്കൽ, ശ്രീ കുന്നോത്ത് രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിക്കുന്നു. ശ്രീ മാക്കുഴിയിൽ ജയരാമേട്ടൻ നന്ദി പ്രകാശനം നടത്തുന്നു. ചടങ്ങ് അവസാനിക്കുന്നു. ആദരാഞ്ജലികൾ.